കോതമംഗലത്ത് കോൺഗ്രസ് നേതാവിന് മർദ്ദനം. നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസിനാണ് മർദ്ദനമേറ്റത്. സിപിഎം പ്രവർത്തകൻ അനീസാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ അനീസിനെതിരെ കേസെടുത്തു. ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രാവിലെ ഒരു 8:30 കൂടി ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി കോളേജിന്റെ അങ്ങോട്ട് വരുവായിരുന്നു. കോളേജിലേക്ക് വണ്ടി ഇറങ്ങുന്നിടത്തിലേക്ക് തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നത് പുറേന്ന് ഈ അനീഷ് കീപ്പുറം വന്ന് ഇടിച്ചത്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അവൻ പിടിച്ച് തള്ളി വീണ്ടും വീണു. അത് കഴിഞ്ഞ് ഞാൻ നെഞ്ചത്ത് കയറിയിരുന്ന ചവിട്ടി ഒരു 3-4 ചവിട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് തലക്കെട്ടി ഇടിച്ചു. ഇവിടെ ഇടിച്ച് പാട്. ഇവൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ വെട്ടിക്കൊല്ലും, മിണ്ടാണ്ട് മര്യാദയ്ക്ക് പൊക്കോളാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പത്തും അവിടെ നാട്ടുകാർ കൂടി എന്നെ പിടിച്ച് മാറ്റി വിട്ടു. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ല. ഇന്നലെ ചെറിയ പ്രശ്നം അവിടെ പിള്ളേരായിട്ടുണ്ടായത്, ഞാനായിട്ടൊരു വിഷയം ഉണ്ടായിട്ടില്ല. രാഗിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഗിൻ, പ്രായമായൊരു മനുഷ്യനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് എന്തിന്റെ പേരിലായിരുന്നു ഈ ഒരു മർദ്ദനം? രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും തർക്കമാണോ? കോൺഗ്രസിന്റെ നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് അസീസിന് നേരെയായിരുന്നു മർദ്ദനം. രാവിലെയായിരുന്നു സംഭവം. ഇതിൽ കോതമംഗലം പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അനീസ് എന്നയാൾക്കെതിരെയാണ് കേസ്. നമ്മൾ ഇതിന്റെ കാരണം അന്വേഷിച്ചു. ഇപ്പൊ പോലീസ് പറയുന്നത് 2 വെർഷൻ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒന്ന്, അവിടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായെന്നും അത് തർക്കത്തിൽ പോയെന്നും തുടർന്ന് ആണ് ഈ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്നും ഒരു വിവരമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ കോളേജ് വിദ്യാർത്ഥികളുമായി ചില പ്രശ്നങ്ങൾ ഒരു വിഭാഗത്തിനുണ്ടായിരുന്നു. അതിൽ കോളേജ് വിദ്യാർത്ഥികൾക്കൊപ്പം ഈ അസീസ് നിൽക്കുന്ന സ്ഥിതി ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായെന്നാണ് അനീസ് എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായി കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. സിസിടിവി ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മുന്നിലുണ്ട്. ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് അതിൽ നടന്നിരിക്കുന്നത്. ശരി, കോളേജിൽ കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായിട്ടൊക്കെയുള്ള തർക്കം, കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ മർദ്ദനമേറ്റ് അസീസ് ഈ കുട്ടികൾക്കൊപ്പം നിന്നതാണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അസീസിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്.